അന്ത് നേരെ എത്തിയത് സാർ. എനിക്ക് ഭയങ്കര ആഗ്രഹം സാർ, കൽക്കി മൂവി കണ്ട നാൾ മുതൽ തമിഴ് പറയണം. അല്ലെ തമിഴിൽ ഞാൻ ബേസിക്കിട്ട് ഇരിക്കും. നമസ്കാരം ട്രിവാൻഡ്രം. ഈ ഓണത്തിന് ഞങ്ങളുടെ സിനിമ അജയന്റെ രണ്ടാം മോഷണം വരികയാണ്. എല്ലാവരും കാണണം. എൻ്റെ ആദ്യത്തെ മലയാളം സിനിമ. The way the whole set welcomed me into this industry, into their set with so much warmth, I can't thank everybody enough. Actually in the script கேக்கும்போது first time okay ஆயிடுச்சா அல்ல இல்ல ஆக்சுவலா ஓகே இல்ல என்னால சொல்லவே முடியல. அந்த மாதிரி ஒரு ஸ்கிரிப்ட் എന്റെ ജീവിതത്തിൽ തിരുവനന്തപുരത്തിന് വലിയൊരു പങ്കുണ്ട്. ഞാൻ ആദ്യമായിട്ട് അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയ്ക്ക് ഇവിടെ തമ്പാനൂർ ഇറങ്ങിയപ്പോൾ എന്നെ എന്തെങ്കിലും ഒരു നടിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായി സീരിയൽ അഭിനയിച്ചതും തിരുവനന്തപുരത്താണ്. പിന്നെ കോഴിക്കോടൻ ഭാഷയൊക്കെ അങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്ന് ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ അഭിനയിച്ചിട്ടുള്ള മിന്നാമിനുങ്ങ് എന്ന സിനിമയ്ക്കാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. അതുകൊണ്ട് തിരുവനന്തപുരം എന്റെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്ഥലമാണ്. താങ്ക് യു ട്രിവാൻഡ്രം. ഇതെന്റെ ഒരു ഭാഗ്യം ഒന്നും കൂടിയാണ്. അത് എന്റെ അടുത്ത സിനിമയായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അടുത്ത പ്രതീക്ഷയാണ് ARM എന്ന സിനിമ. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടോവിയുടെ ഒരു പേരായിട്ട് സുന്ദരിയായ കൃതിയും അതോടൊപ്പം മറ്റൊരു സുന്ദരിയായിട്ടുള്ള ഐശ്വര്യ രാജേഷിനോടൊപ്പവും എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ പ്രിയ ഡയറക്ടർ ജിതിൻ. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഒരു ബോക്സറൊക്കെ ഇട്ട് അതില് കുട്ടിയായിട്ട് ഓടി നടന്നിരുന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നി ഇദ്ദേഹം ഭാവിയിൽ ചിലപ്പോൾ ഒരു സിനിമ എടുത്തേക്കാം. അപ്പൊ തന്നെ ഞാൻ ചാൻസ് ചോദിച്ചു, എടാ നീ സിനിമയൊക്കെ എടുക്കുമ്പോൾ എന്നെയൊക്കെ വിളിക്കുമോ? അപ്പൊ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കും. പക്ഷേ ഇദ്ദേഹത്തിന്റെ നായികയായിട്ടാണ് എന്നെ വിളിച്ചത്. അതിൽ വളരെ സന്തോഷം. വന്നപ്പോ ഇത് കത്തിയിട്ട് ഞാൻ പേടിച്ചില്ലല്ലോ. ബേസിലായിരുന്നു പേടിച്ചത്. ഓക്കെ, ഒരുപാട് സന്തോഷം ഇതിന് ട്രെയിലർ ലോഞ്ച് ഇവിടെ വെച്ച് തന്നെ നടത്താൻ സാധിച്ചത്. ഇതിനു മുമ്പ് പലതവണ ഞാൻ ട്രിവാൻഡ്രത്ത് മൂവി പ്രൊമോഷൻസായിട്ട് വന്നിട്ടുണ്ട്. അന്നെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ ജിതിൻ ട്രിവാൻഡ്രം എന്നാണ്. ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് എവിടെ നടത്തണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി പിടിച്ചതിന് പ്രധാന കാരണം നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് തന്നെയാണ്. ഞങ്ങളെല്ലാവരും കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് ARM എന്ന് പറയുന്ന ഈ സിനിമ. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് ട്രെയിലർ മാത്രമാണ്. ഇതിനേക്കാൾ കുറച്ച് കാര്യമായിട്ട് അധികം ഉണ്ടാവും സിനിമയിൽ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂതറ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ബാക്കിയുള്ള ഭരത്തിന്റെ സംഘടനയും കൂടെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാറി നിന്നിരുന്ന എൻ്റെ അടുത്ത് വന്ന് ഒരു സെൽഫി എടുത്ത് ഒരു തുടക്കം കുറിച്ച ആളാണ്. എൻ്റെ കൂടെ ആദ്യമായിട്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരിലൊരാൾ ഇവനായിരിക്കും. എല്ലാവരും ആയില്ലേ? ഇനി ബാക്കിയുള്ളവരെ വിളിച്ചോ. എൻ്റെ കർത്തവ്യം ഞാൻ പിന്നെ നിങ്ങളോട്, അതായത് ചെറിയ സിനിമകളൊക്കെ ചെയ്തുകൊണ്ട് നടന്നിരുന്ന ഞങ്ങളെ വലിയ സിനിമകൾ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളാണ്.
അതിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പിന്നെ കുറച്ച് നേരം വൈകിയെന്ന് വരാനായിട്ട് അതിന് ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ രാവിലെ ആണ് ഇന്നലെ സൗദിയിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് ഈ സിനിമയുടെ തന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ബൈ റോഡ് എത്ര പിടിച്ചിട്ടും ഇപ്പോഴേ എത്താൻ പറ്റിയത്. ക്ഷമിക്കണം, നിങ്ങളെക്കാൾ അതിൽ വിഷമവും ബുദ്ധിമുട്ടും എനിക്കാണ്. കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ടീസർ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് മുമ്പ് കാണണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഒരേ സമയം നിങ്ങളോട് നന്ദിയും പറയുന്നു. പക്ഷെ വെയിറ്റ് ചെയ്തതിന് ഒരുപാട് 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 സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.